എല്ലാവർക്കും ദശാവതാര കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവാന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ അവതാരത്തിലേക്ക് കടക്കുകയാണ്. ഭഗവത് കഥാമൃതം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു പ്രാർത്ഥന. സർവജഗത്തിനും നാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ ഈ കഥാമൃതം കേൾക്കുന്ന ഭക്തന് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടാകണമേ. നിങ്ങളുടെ ഹൃദയം ഭക്തിയാൽ നിറഞ്ഞതാണെങ്കിൽ താഴെ കമന്റിൽ ഹരേ കൃഷ്ണ എന്ന് തീർച്ചയായും എഴുതുമല്ലോ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഭഗവാന്റെ കഥാമൃതം തുടർന്നും കേൾക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പരമാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആനന്ദപൂർണമായ ഇന്നത്തെ കഥായാത്ര നമുക്ക് ആരംഭിക്കാം. ദേവകീ ദേവി എട്ടാമതും ഗർഭം ധരിച്ചു. വിഷ്ണുവിന്റെ അംശത്തെ ഉൾക്കൊണ്ട ദേവകി പൂർവാധികം തേജസ്വിനിയായി. എന്റെ ഘാതകനായ വിഷ്ണു തന്നെയാണ് ദേവകിയുടെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതോടെ ഇവളെ വധിച്ചു കളഞ്ഞാൽ എന്താ? പാടില്ല. ഗർഭിണിയായ സ്ത്രീയെ ഒരു കാരണവശാലും വധിക്കാൻ പാടില്ല. പോരെങ്കിൽ സഹോദരിയുമാണ്. കൊന്നാൽ തനിക്ക് ലഭിക്കുന്നത് നരകമായിരിക്കും. വരട്ടെ, അവൾ പ്രസവിക്കട്ടെ. ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല. കംസൻ പലതും ചിന്തിച്ചു. കംസന്റെ സ്വസ്ഥതയാകെ ഇല്ലാതായി. അയാൾ സദാ ഭയാചകിതനായി തീർന്നു. ലോകമെല്ലാം വിഷ്ണുമയമായി തന്നെ അയാൾ കണ്ടു. കമലാസനനും കൈലാസനാഥനും നാരദാദി മഹർഷിമാരും മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ദേവകിയുടെ ഗർഭം പൂർണ്ണമായി. സർവമംഗളങ്ങളും തികഞ്ഞ മുഹൂർത്തത്തിൽ ചിങ്ങം മാസത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം കൂരിരുട്ട് നിറഞ്ഞ അർദ്ധരാത്രിയിൽ മഹാവിഷ്ണു ദേവകിയുടെ പുത്രനായി അവതരിച്ചു. 4 തൃക്കൈകളിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ, മാറിൽ കൗസ്തുഭരത്നവും വനമാലയും ശ്രീവത്സവും വസുദേവർ കൈകൂപ്പി തൊഴുതു. ദേവകി പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഈ ഔലൗകിക രൂപം ഇതേ വിധത്തിൽ ചിന്തിക്കാനും ആരാധിക്കാനുമുള്ള കഴിവില്ല. മാത്രമല്ല, ഓരോ നിമിഷവും ഞാൻ കംസനെ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഈ രൂപം ഉപസംഹരിച്ചാലും. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, ഇത് നമ്മുടെ 3ാമത്തെ ജന്മമാണ്. 1ാമത്തെ ജന്മത്തിൽ, അതായത് സായംഭവ മന്നന്തരത്തിൽ ഭവതി പൃഷ്ണിയും ഇദ്ദേഹം സുതപസ് എന്ന പ്രജാപതിയുമായിരുന്നു. 2ാം ജന്മത്തിൽ അതിഥിയും കശ്യപനുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഉപേന്ദ്രൻ എന്നും വാമനരൂപിയായതുകൊണ്ട് വാമൻ എന്നും പേരോടുകൂടി ജനിച്ചു. 3ാമത്തെ ജന്മത്തിൽ ഇതാ നിങ്ങളുടെ മകനായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പൂർവജന്മസ്മരണ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ രൂപം തന്നെ സ്വീകരിച്ചത്. കംസനെ ഭയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുക. അവിടെ നിന്നും മായയെ ഇങ്ങോട്ട് കൊണ്ടുവരിക. പെട്ടെന്ന് വിഷ്ണു ഭഗവാൻ മനുഷ്യ ശിശുവായി മാറി. വസുദേവർ കുഞ്ഞിനെ എടുത്തു. പക്ഷേ പുറത്തെങ്ങനെ ഇറങ്ങും? നിമിഷങ്ങൾക്കുള്ളിൽ വാതിലുകൾ താനേ തുറന്നു. അപ്പോൾ പുറത്തു കനത്ത പേമാരി. അനന്തൻ ഭണങ്ങൾ വിടർത്തി കുട പിടിച്ചു. കാളിന്തി നദി കര കവിഞ്ഞൊഴുകുന്നു. പക്ഷേ നദി വഴിമാറിക്കൊടുത്തു. വസുദേവർ പുത്രനെ യശോദയുടെ സമീപത്ത് കിടത്തി. അവിടെ കിടന്ന് പെൺകുഞ്ഞിനെ എടുത്തു മടങ്ങി. പ്രസവ ക്ലേശം കൊണ്ട് തളർന്നുറങ്ങിപ്പോയ യശോദ ഇക്കാര്യമൊന്നും അറിഞ്ഞില്ല. തന്റെ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. വസുദേവർ തിരിച്ചു വന്ന് അറയ്ക്കകത്ത് പ്രവേശിച്ചു. വാതിലുകൾ താനെ അടഞ്ഞു. കുഞ്ഞുറക്കെ കരഞ്ഞു. സുഖനിദ്രയിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന കാവൽക്കാർ ഞെട്ടിയുണർന്ന് ചാടി എണീറ്റു. കംസന്റെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. ഉടനെ തന്നെ അവരോടൊപ്പം കംസൻ അറയിലേക്ക് കുതിച്ചു. മുമ്പുണ്ടായിരുന്ന 6 പുത്രന്മാരുടെ പിൻഗാമിയായി തന്നെ നീയും. കംസൻ സൂക്ഷിച്ചു നോക്കി. അശരീരി തെറ്റിയോ? പുത്രൻ എന്നല്ലേ കേട്ടത്? ഇവിടെ ഇത് പുത്രിയാണല്ലോ. മായാപ്രയോഗമായിരിക്കും ഇതും. സാരമില്ല, 8ാമത്തെ കുട്ടി ഇതിനെ വധിക്കുക തന്നെ. ജ്യേഷ്ഠ, ദേവകി ഇടനെഞ്ചു പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ഈ പെൺകുഞ്ഞിനെയെങ്കിലും എനിക്ക് തരണേ. പക്ഷേ കംസന്റെ കഠിന ഹൃദയം അലിഞ്ഞില്ല. ദേവകിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചെടുത്ത് നിലത്തടിക്കാൻ ഓങ്ങി. എന്നാൽ ആ പെൺകുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് വഴുതി മേൽപോട്ടുയർന്നു. 8 കൈകളിലും ആയുധമണിഞ്ഞ വിഷ്ണുമായെയാണ് കംസൻ കണ്ടത്. ദേവി കംസനോട് പറഞ്ഞു, മൂഢപ്രഭോ, നീ എന്നെ എന്തിനു വധിക്കാൻ ശ്രമിക്കുന്നു? നിന്നോട് ഞാൻ എന്തു തെറ്റ് ചെയ്തു? ഞാൻ ഈ ലോകമാകെ രക്ഷിക്കുന്നവളാണ്. നിന്റെ പഴയ ശത്രുവായ വിഷ്ണു ജനിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെ ചെയ്താലും അവൻ നിന്നെ വധിക്കും. അങ്ങനെ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായ ഭഗവാൻ അമ്പാടിയിൽ യശോദാമയുടെ പുത്രനായി കഴിഞ്ഞു. ആനന്ദസ്വരൂപനായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥാമൃതം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.